നമസ്കാരം. ഭാരതമെന്ന പുണ്യഭൂമിയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വിപ്ലവകാരികൾ നെഞ്ചിലേറ്റി ആലപിച്ച ഏറ്റവും ശക്തമായ മന്ത്രമാണ് വന്ദേ മാതരം. മാതൃഭൂമിയെ ദൈവതുല്യമായി വണങ്ങുന്ന ഈ ദേശീയ ഗീതം കേവലം ഒരു കൂട്ടം വരികളല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെയും അഖണ്ഡതയുടെയും സാംസ്കാരിക തനിമയുടെയും പ്രതീകമാണ്. കാലാകാലങ്ങളായി രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കാനും സാംസ്കാരിക അധിനിവേശം നടത്താനും ശ്രമിക്കുന്ന വിഘടനവാദികൾക്കും മൗലികവാദികൾക്കും എതിരെയുള്ള ഏറ്റവും വലിയ ആയുധവും ഈ ഭാരതീയ ചിന്താഗതി തന്നെയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള പുതിയ BJP സർക്കാർ കൈക്കൊണ്ട ചരിത്രപരമായ തീരുമാനം ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധ നേടുന്നത്. സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങൾക്കും പുറമെ ന്യൂനപക്ഷകാര്യ മദ്രസ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് അൺഎയ്ഡഡ് മദ്രസകളിലും രാവിലെയുള്ള പ്രാർത്ഥനാ വേളയിൽ വന്ദേ മാതരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള പുതിയ സർക്കാർ ഉത്തരവ് രാജ്യസുരക്ഷയിലും സാംസ്കാരിക ദേശീയതയിലും ഒരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ മദ്രസ ഡയറക്ടറേറ്റ് പുറപ്പെടുവിച്ച പുതിയ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ അംഗീകാരമുള്ള എല്ലാ മദ്രസകളിലും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് രാവിലെ വന്ദേ മാതരം ആലപിക്കണം. വിദ്യാലയങ്ങളിൽ ഈ നിയമം കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെയാണ് മദ്രസകളിലേക്കും ഇത് വ്യാപിപ്പിച്ചത്. വന്ദേ മാതരത്തിൻ്റെ 6 ചരണങ്ങളും പൂർണ്ണരൂപത്തിൽ തന്നെ ആലപിക്കണം എന്നാണ് മന്ത്രാലയത്തിൻ്റെ കർശന നിർദ്ദേശം. ഭാരതത്തിൻ്റെ മണ്ണിൽ ജീവിക്കുകയും ഇവിടുത്തെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ദേശീയ പ്രതീകങ്ങളെ ആദരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ സർക്കാർ നൽകുന്നത്. മുൻകാലങ്ങളിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വിഘടനവാദ ആശയങ്ങളെയും മതമൗലികവാദത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന നയങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ബംഗാളിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ തീരുമാനത്തിലൂടെ സാധിക്കും. കുട്ടിക്കാലം മുതൽക്കേ കുട്ടികളിൽ ജാതി മത ചിന്തകൾക്കപ്പുറം രാജ്യസ്നേഹവും ഭാരതീയതയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റം നടപ്പിലാക്കിയിട്ടുള്ളത്. ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി കടന്നുള്ള ജിഹാദി ഘടകങ്ങളുടെ കടന്നുകയറ്റവും അവർ ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ച സാംസ്കാരിക അസ്ഥിരതയും ദീർഘനാളായി രാജ്യം നേരിടുന്ന വലിയൊരു സുരക്ഷാ ഭീഷണിയായിരുന്നു. ഭാരതീയ സംസ്കാരത്തെയും പൈതൃകത്തെയും തള്ളിപ്പറയുന്നതിലൂടെ മാത്രമേ തങ്ങളുടെ വിഘടനവാദ ആശയങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കൂ എന്ന് ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വന്ദേ മാതരം പോലെയുള്ള ഒരു ദേശീയ ഗീതം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിർബന്ധമാക്കുന്നത് ഇത്തരം വിഘടനവാദ ചിന്താഗതികളുടെ വേരറുക്കാൻ സഹായിക്കും. മാതൃഭൂമിയെ വണങ്ങുന്നത് തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വരുത്തിത്തീർത്ത് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന കപട ബുദ്ധിജീവികളുടെയും തീവ്രവാദ ചിന്താഗതിക്കാരുടെയും പ്രചരണങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണിത്. ജിഹാദി ആശയങ്ങളുടെ സ്വാധീന വലയങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള യുവതലമുറയെ രാജ്യസ്നേഹത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാനും ഭാരതമെന്ന വികാരം അവരിൽ ജ്വലിപ്പിച്ചു നിർത്തുവാനും ഇത്തരം സാംസ്കാരിക ഇടപെടലുകൾക്ക് സാധിക്കും. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നും ജനങ്ങൾ ഏറ്റുപാടിയ വന്ദേ മാതരം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഉറക്കം കെടുത്തിയ ഒന്നായിരുന്നു. അന്ന് സന്യാസി കലാപങ്ങളിലും സ്വതന്ത്ര സമര മുഖങ്ങളിലും ജാതി മതഭേദമന്യേ എല്ലാ ഭാരതീയരും ഒരേ സ്വരത്തിലാണ് ഈ മന്ത്രം ഉരുവിട്ടത്. ഈ വർഷം ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി നൽകിയതോടെ ഇതിൻ്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിച്ചു. ഔദ്യോഗിക ചടങ്ങുകളിലും വിദ്യാലയങ്ങളിലും ഇതിൻ്റെ പൂർണ്ണരൂപം ആലപിക്കണമെന്ന നിയമം രാജ്യത്തിൻ്റെ പരമാധികാരത്തെ കൂടുതൽ ശക്തമാക്കുന്ന ഒന്നാണ്. എന്നാൽ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലും ഔദ്യോഗിക പരിപാടികളിലും വന്ദേ മാതരം ആലപിക്കുന്നതിനെതിരെ ചില രാഷ്ട്രീയ കക്ഷികൾ രംഗത്ത് വന്നത് ദൗർഭാഗ്യകരമാണ്. ഭാരതീയ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഇപ്പോഴും രാജ്യത്തുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ എതിർപ്പുകൾ. ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ബംഗാൾ സർക്കാർ എടുത്ത ധീരമായ തീരുമാനം മറ്റ് സംസ്ഥാനങ്ങൾക്കും വലിയൊരു മാതൃകയാണ്. ദേശീയതയും രാജ്യസ്നേഹവും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമുള്ളതല്ല, മറിച്ച് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരൻ്റെയും പരമമായ കടമയാണ്. പശ്ചിമ ബംഗാളിലെ മദ്രസകളിൽ വന്ദേ മാതരം ആലപിക്കാൻ ഉത്തരവിട്ടതിലൂടെ സുവേന്ദു അധികാരി സർക്കാർ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കും സാംസ്കാരിക ഉണർവിനും വലിയൊരു അടിത്തറയാണ് പാകിയിരിക്കുന്നത്. അതിർത്തി കടന്നു വരുന്ന തീവ്രവാദ ചിന്താഗതികളെയും ആഭ്യന്തരമായി വളരുന്ന വിഘടനവാദ ശക്തികളെയും തോക്കുകൾ കൊണ്ട് മാത്രമല്ല, ശക്തമായ സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ടും പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് ബംഗാൾ തെളിയിക്കുന്നത്. വന്ദേ മാതരത്തിൻ്റെ ഓരോ വരിയും വരും തലമുറകളിൽ ജ്വലിപ്പിക്കുന്ന രാജ്യസ്നേഹം ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ജിഹാദി വിഘടനവാദ ശക്തികളുടെയും കോട്ടകളെ തകർത്തെറിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. പശ്ചിമ ബംഗാളിലെ മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ
ഇത്തരം ഒരു സാംസ്കാരിക അധിനിവേശത്തിന്റെയും വിഘടനവാദ ശക്തികൾക്കുള്ള പരസ്യമായ പ്രോത്സാഹനത്തിന്റെയും വേദിയായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിർത്തി കടന്നു വരുന്ന ജിഹാദി ഘടകങ്ങളെയും മതമൗലികവാദികളെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി വന്ദേ മാതരം പോലെയുള്ള ദേശീയ പ്രതീകങ്ങളെയും ഭൂരിപക്ഷ സമൂഹത്തിന്റെ അവകാശങ്ങളെയും നിശബ്ദമാക്കാൻ ശ്രമിച്ച ഒരു ഭരണശൈലിയായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ഈ പശ്ചാത്തലത്തിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് മുന്നിൽ പണയം വെക്കപ്പെട്ട ബംഗാളിന്റെ സാംസ്കാരികമായ ദേശീയതയെ വീണ്ടെടുക്കാൻ പുതിയ സുവേന്ദു അധികാരി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെയും വിഘടനവാദത്തിനെതിരെയുള്ള ദേശസ്നേഹത്തിന്റെ പോരാട്ടങ്ങളെയും കുറിച്ച് സമഗ്രമായി പരിശോധിക്കേണ്ടതുണ്ട്. പശ്ചിമ ബംഗാളിൽ മുൻപ് നിലനിന്നിരുന്ന ഭരണ സംവിധാനം തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിനായി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ സ്വീകരിച്ച നയങ്ങൾ വലിയ തോതിലുള്ള വിഘടനവാദത്തിനാണ് വഴി തുറന്നത്. മദ്രസകളെയും കടുത്ത മതമൗലികവാദ ചിന്താഗതി പുലർത്തുന്ന സംഘടനകളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്കൂളുകളിലോ ഔദ്യോഗിക ചടങ്ങുകളിലോ വന്ദേ മാതരം ആലപിക്കുന്നത് പ്രോത്സാഹിക്കപ്പെട്ടിരുന്നില്ല. മാതൃഭൂമിയെ ദൈവതുല്യമായി വണങ്ങുന്നത് തങ്ങളുടെ മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണെന്ന ജിഹാദി ഗ്രൂപ്പുകളുടെ വാദങ്ങൾക്ക് ഭരണകൂടം മൗനാനുവാദം നൽകുകയായിരുന്നു. ഇതിലൂടെ വന്ദേ മാതരം ആലപിക്കുന്നത് ഒരു വർഗീയ നടപടിയായി ചിത്രീകരിക്കാനും ദേശീയതയെ തരം താഴ്ത്തുവാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നു. വിദ്യാലയങ്ങളിൽ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട പദാവലികളും ചരിത്രപാഠങ്ങളും നീക്കം ചെയ്യപ്പെടുകയും പകരം ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇത് ബംഗാളിന്റെ ദേശീയ അടിത്തറയെ തന്നെ ദുർബലപ്പെടുത്താൻ ഇടയാക്കി. ബംഗ്ലാദേശിൽ നിന്ന് നടന്നു വരുന്ന കുടിയേറ്റങ്ങളും അതിലൂടെ രൂപപ്പെട്ട ജിഹാദി ശൃംഖലകളും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് കനത്ത ഭീഷണിയാണ് ഉയർത്തിയത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ സംരക്ഷണം ലഭിച്ചതോടെ ഇത്തരം ശക്തികൾ അതിർത്തി ജില്ലകളായ മാൽഡ, മുർഷിദാബാദ്, വടക്കൻ തെക്കൻ 24 പർഗനാസ് എന്നിവിടങ്ങളിൽ സമാന്തര ഭരണ സംവിധാനങ്ങൾ വരെ കെട്ടിപ്പടുത്തു. ഭൂരിപക്ഷ സമുദായത്തിന് നേരെ നിരന്തരമായ അതിക്രമങ്ങൾ അരങ്ങേറുകയും അവരുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഭരണകൂടം ജിഹാദി ഗുണ്ടകൾക്ക് സംരക്ഷണം ഒരുക്കുകയാണ് ചെയ്തത്. ഭാരതത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം ശക്തികൾക്ക് തദ്ദേശീയമായ സംസ്കാരത്തോടോ ദേശീയ ചിഹ്നങ്ങളോടോ യാതൊരു ആദരവും ഉണ്ടായിരുന്നില്ല. വന്ദേ മാതരത്തെ അടിച്ചമർത്താൻ ഭരണകൂടം കാണിച്ച അതേ താല്പര്യം തന്നെയാണ് ഈ വിഘടനവാദികൾക്ക് സ്വന്തം മണ്ണിൽ വേരൂന്നാൻ വളമായത് എന്നത് പരസ്യമായ രഹസ്യമാണ്. ദീർഘനാളത്തെ സാംസ്കാരിക അടിച്ചമർത്തലുകൾക്കൊടുവിൽ ബംഗാളിലുണ്ടായ രാഷ്ട്രീയ പരിവർത്തനം വിഘടനവാദികൾക്കേറ്റ കനത്ത പ്രഹരമാണ്. പുതിയ സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും മദ്രസകളിലും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയത് ഈ സാംസ്കാരിക വീണ്ടെടുപ്പിന്റെ തെളിവാണ്. മദ്രസകളിൽ പോലും രാവിലെ ഈ ദേശീയ ഗീതം ആലപിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിലൂടെ പ്രീണന രാഷ്ട്രീയത്തിന്റെ കാലം അവസാനിച്ചു എന്നും ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും ഭാരതീയ നിയമങ്ങൾക്കും ദേശീയ പ്രതീകങ്ങൾക്കും വിധേയരാണ് എന്നുമുള്ള ശക്തമായ സന്ദേശമാണ് നൽകപ്പെടുന്നത്. വിഘടനവാദ ആശയങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയെ കുട്ടിക്കാലം മുതൽക്കേ രാജ്യസ്നേഹത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഈ നടപടികൾക്ക് സാധിക്കും. തോക്കുകളും സൈനിക നടപടികളും കൊണ്ട് മാത്രമല്ല, ശക്തമായ സാംസ്കാരിക മൂല്യങ്ങൾ കൊണ്ടും ജിഹാദി ചിന്താഗതികളെ ചെറുക്കാനാകുമെന്ന് ഈ തീരുമാനം തെളിയിക്കുന്നു. ഒരു ഭരണാധികാരിയുടെ പരമമായ കടമ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയും സാംസ്കാരിക തനിമയും കാത്തുസൂക്ഷിക്കുക എന്നതാണ്. എന്നാൽ വോട്ട് ബാങ്കിന് വേണ്ടി ജിഹാദി ശക്തികളെ പ്രീതിപ്പെടുത്താനും വന്ദേ മാതരത്തെ പോലുള്ള ദേശീയ പ്രതീകങ്ങളെ അടിച്ചമർത്താനും മുൻ ഭരണകൂടം നടത്തിയ ശ്രമങ്ങൾ ബംഗാളിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. ഈ അവഗണനകൾക്കെതിരെ ബംഗാളിലെ ജനങ്ങൾ ഒത്തുചേർന്ന് നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ് ഇന്നവിടെ ദൃശ്യമാകുന്നത്. വിദ്യാലയങ്ങളിലും മദ്രസകളിലും ഒരേ സ്വരത്തിൽ വന്ദേ മാതരം മുഴങ്ങുമ്പോൾ അത് ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദ ശക്തികളുടെ പതനത്തിന്റെ വിളംബരമായി മാറുന്നു. ദേശസ്നേഹം ഏതെങ്കിലും രാഷ്ട്രീയത്തിനോ മതത്തിനോ അപ്പുറം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന സത്യം ബംഗാളിലെ ഈ പുതിയ മുന്നേറ്റങ്ങൾ അടിവരയിടുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.